വയനാടും തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ വാർഡുകൾ പിടിച്ചെടുക്കാനും നിലനിർത്താനുമുള്ള ഓട്ടത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ഈ രാഷ്ട്രീയ മേളയൊന്നും പഴയ പോലെ ആഘോഷമല്ലാത്ത ഒരിടമുണ്ട് വയനാട്ടിൽ. മുണ്ടക്കൈ ചൂരൽമല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം പറഞ്ഞ് കലഹിച്ചവരും ഒരേ കൊടിക്ക് കീഴിൽ ആവേശത്തോടെ പ്രചരണത്തിന് ഇറങ്ങിയവരിൽ പലരും ഇന്ന് ഓർമ്മയായി മാറി. ഉരുൾ ദുരന്തത്തെ അതിജീവിക്കുന്ന വയനാട് മേപ്പാടി പഞ്ചായത്ത് മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർക്ക് കേവലം ജനാധിപത്യപരമായ ഒരു കടമയല്ല ഈ തെരഞ്ഞെടുപ്പ്, മറിച്ച് അതിജീവനത്തിനായുള്ള പുതിയൊരു കാൽവെപ്പ് കൂടിയാണ്. ദുരന്തം നടന്ന് 1.5 വർഷത്തിനു ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഏറെ വൈകാരികതയും ഗൗരവവുമുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ക്വാർട്ടേഴ്സുകളിലും മറ്റുമായി സർക്കാർ ഒരുക്കിയ വാടക വീടുകളിലാണ് ദുരന്തഭൂമിയിലെ നല്ലൊരു ശതമാനം വോട്ടർമാർ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് ഇവരെ നേരിൽ കാണാൻ ജില്ല മുഴുവൻ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. വാർഡിന്റെ ഭൂമിശാസ്ത്രപരമായ മാറ്റവും ഒരു വെല്ലുവിളിയാണ്. എന്നാൽ ഒരേ നാട്ടിൽ ജീവിച്ചു വളർന്നവരെ വീണ്ടും കാണാനും ചേർത്തു നിർത്താനും പ്രശ്നങ്ങൾ കേട്ടറിയാനും ലഭിച്ച അവസരമായിട്ടാണ് ഇതിനെ സ്ഥാനാർത്ഥികൾ കാണുന്നത്. ദുരന്തഭൂമിയിൽ ഇന്ന് പുതിയ പച്ചപ്പുകൾ തലയുയർത്തിയിട്ടുണ്ട്. ചൂരൽമല ടൗണിൽ 1-2 തട്ടുകടകളും പെട്ടിക്കടകളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന അതിജീവിതരുടെ പ്രതിനിധികളാണവരെന്ന് തോന്നിപ്പോകും. 2 ബൂത്തുകളിലായി 2300ഓളം വോട്ടർമാരാണ് ഈ ഒരൊറ്റ വാർഡിലുള്ളത്. ഒരുപക്ഷെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള വാർഡ് കൂടിയാവും ഇത്. 980 കുടുംബങ്ങളുണ്ടായിരുന്ന വാർഡിൽ ഇന്ന് അവശേഷിക്കുന്നത് 270 കുടുംബങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പുറത്തുമായാണ് താമസം. 10ാം വാർഡായ അട്ടമലയിൽ 906 വോട്ടർമാരുണ്ട്. ഇവിടെയുള്ള 156 കുടുംബങ്ങൾ മറ്റ് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ താമസം. പുതിയ പദ്ധതികളിലൂടെയും ടൗൺഷിപ്പുകളിലൂടെയുമെല്ലാം പുതിയ ജീവിതം സ്വപ്നം കാണുന്ന മനുഷ്യർക്ക് ഈ തെരഞ്ഞെടുപ്പും പ്രതീക്ഷയുടെ വാതിൽ തുറക്കുന്നുണ്ട്.